കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള ചോദ്യം. അതുപോലെ നമ്മൾ ലാസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും അടിപൊളി. ഇത് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പം. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഏതാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏതാണ് നമ്മുടെ 2022 SSLC IT മോഡൽ ക്വസ്റ്റ്യനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് 3 എല്ലാ പ്രവർത്തനവും എന്നാണ്. കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കാണാനൊക്കെ വളരെ സ്റ്റൈലായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ പ്രവർത്തനം, ആദ്യത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കിയിട്ട് വന്നാലോ വീഡിയോയിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് 3 ആദ്യത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പമുള്ള പ്രവർത്തനമാണ് ഈ ഗ്രൂപ്പ് 3 എല്ലാ പ്രവർത്തനവും. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ബോക്സിൽ നൽകിയിട്ടുള്ള ഈ കാര്യങ്ങൾ അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ നമ്മൾ ചെയ്യുക, ഈ ചിത്രത്തെ നമ്മൾ ഈ ഒരു ചിത്രമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള സ്റ്റെപ്പ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ നിന്നും പ്രോഗ്രാം എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ IDLE എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കാണാം. പൈത്തണൊക്കെ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഇത്തരത്തിലൊരു വിൻഡോ ഓപ്പണായി കിട്ടും. നമ്മൾ ഇവിടെ അല്ല ചെയ്യുക. നമ്മൾ പലപ്പോഴും പരീക്ഷയുടെ ടെൻഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ടൈപ്പ് ചെയ്ത് കളയും. ഇവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഫയലിൽ പോയിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഫയലിൽ ന്യൂ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള നല്ല ഫ്രഷ് ഫയൽ നമുക്ക് കിട്ടും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല, കോപ്പി അടിക്കാൻ നിങ്ങൾക്ക് അറിയോ? അങ്ങനെയെങ്കിൽ നിങ്ങളിത് ഓക്കെയാണ്. ഇവിടെയുള്ള ഈ സംഭവം അങ്ങനെ തന്നെ നോക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഫ്രം ടർട്ടിൽ ഇങ്ങനെ ഇവിടെയുള്ളത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ഇത് മുഴുവനായിട്ട് ഈ ഫോർവേഡ് 10 വരെ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുന്ന ഒരു ഉടായ്പുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചെയ്യുന്ന സമയത്തോ സമയം ലാഭിക്കുക എന്ന് പറയുന്ന വലിയൊരു കാരണം കൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്ന ഒരു ഉടായ്പ മാർഗമുണ്ട്. ആ പരിപാടി ദയവ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇത്തരത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് കിട്ടും, പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, മാത്രമല്ല കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ മാറുന്നുണ്ട്. കണ്ടില്ലേ, ഈഫ് കുറച്ച് ഇങ്ങോട്ടൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് മാറ്റിയൊക്കെ വേണം. പഠിക്കുമ്പോൾ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എറർ വരാൻ സാധ്യതയുണ്ട്. നോക്കി ടൈപ്പ് ചെയ്യാനുള്ള പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ അതേപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉടായ്പിന് നിൽക്കല്ലേ. അതിനുശേഷം നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. കാരണം നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. അതിലാണ് തെറ്റുണ്ടെങ്കിൽ മനസ്സിലാവുക. റണ്ണ് ചെയ്യാനായിട്ട് റണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് റൺ മൊഡ്യൂൾ കൊടുക്കുക. റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇത് സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ഡോക്യുമെൻറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും. നമ്മൾ ഇവിടെ നിന്നും കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എക്സാം 10 എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഫയൽ നെയിമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതിനുശേഷം അതിനൊരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ചോദ്യം നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ട്. നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ കാണാൻ. നമ്മുടെ ഇതേപോലെ ഔട്ട്പുട്ട് 1 തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഔട്ട്പുട്ട് 1നെ ഔട്ട്പുട്ട് 2 ആക്കുക എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ എന്താണ് മാറ്റം എന്നുള്ളത്. എന്താ, ഇവിടെ ബ്ലൂ എന്നുള്ള സ്ഥലത്ത് ഇവിടെ യെല്ലോ വന്നിരിക്കുന്നു. ഇവിടെ പർപ്പിൾ ആയിട്ടുള്ള സ്ഥലത്ത് ബ്ലാക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച പ്രോഗ്രാം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടില്ലേ, ഇവിടെ ബ്ലൂ എന്നുള്ള സ്ഥലത്ത് എന്തായിരുന്നു നമുക്ക് കൊടുക്കേണ്ടത്? ബ്ലൂ എന്ന സ്ഥലത്ത് യെല്ലോ ആണല്ലോ കൊടുക്കേണ്ടത്. ഈ ബ്ലൂ എന്ന സ്ഥലത്ത് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യെല്ലോ എന്നതിൻ്റെ സ്പെല്ലിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പർപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്ലാക്ക് എന്ന് നമ്മൾ കൊടുക്കുന്നു. BLC. ചിലപ്പോൾ പരീക്ഷയ്ക്ക് മറ്റേതെങ്കിലും നിറമായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വീണ്ടും റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് വീണ്ടും ഇത് സേവ് ചെയ്യട്ടെ എന്നാണ്. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കൊടുക്കുന്നു. നമ്മുടെ ഉത്തരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളോട് ഔട്ട്പുട്ട് 2-ൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ സ്പേസ് കൊടുക്കുന്നതിലോ കുത്തിലോ കൊമയിലോ മാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിലാണ്
എററായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളിത് അതേപോലെ ടൈപ്പ് ചെയ്ത് തന്നെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിക്കുക. ഇനി നമുക്കിത് സേവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് സേവ് ചെയ്തത് കൊണ്ട് വീണ്ടും ഇത് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കൊരു ധൈര്യത്തിന് ഫയലിൽ സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ അത് പോയി സേവ് ആകും. നമ്മൾ നേരത്തെ അറിയാലോ, റണ്ണ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നും വരാനില്ല. ഈ കുത്ത്, കൊമ, പിന്നെ ഇതിൽ കൊടുക്കുന്ന വേർഡ്സ് ഒക്കെ തെറ്റിപ്പോയാൽ മാത്രമേ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എവിടെയൊക്കെയാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ദർശിത്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.